നേന്ത്രപ്പഴം വെച്ചിട്ട് ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായി കാണുമോ അല്ലേ? ഒരു സെലിബ്രിറ്റിയുടെ റെസിപ്പിയാണല്ലോ ഇത്. അപ്പോൾ ആ ഒരു സെലിബ്രിറ്റിയെ അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൽ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പഴം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഒരു പഴം ഞാൻ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം. നമ്മൾ നെയ്യിൽ വാട്ടിയെടുക്കൂലേ, ആ രീതിയിലൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാട്ടോ അത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് തന്നെ മറ്റതും കൂടെ വെച്ച് കൊടുക്കുക. കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ഒന്ന് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് 2 ഇതുപോലെ അങ്ങ് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ശർക്കരയൊക്കെ മെൽട്ടായിട്ട് വരട്ടെ. നമ്മുടെ ഒരു സെലിബ്രിറ്റി പറയുന്നുണ്ടായിരുന്നു റമ്മും കൂടെ ചേർക്കാറുണ്ടെന്ന്. പക്ഷേ നമുക്ക് റമ്മ് പറ്റാത്തതുകൊണ്ട് നമ്മൾ റമ്മൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് കമ്പൈനായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു പാത്രത്തിലേക്ക് വെക്കാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ഇത് സെർവ് ചെയ്യുന്ന രീതി. ഇതൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. വാനില ഐസ്ക്രീം ആട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സംഭവം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സത്യം പറയാലോ ടേസ്റ്റ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഈ പഴം നെയ്യിൽ വാട്ടിയതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതാണ് എനിക്കിത് ഇത്ര ടേസ്റ്റ് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഉണ്ടാക്കിക്കൂടായിരുന്നോ എന്നാട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചത്. സംഭവം സെറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അടിപൊളിയാണ്. ഈ ഒരു ഐസ്ക്രീമും ഈ പഴവും മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. സംഭവം അടിപൊളിയാണ്. കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്